താരസംഘടന AMMA പിളർപ്പിലേക്ക് 20ഓളം അംഗങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനായി FEFCയെ സമീപിച്ചു. ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണമെന്ന് FEFCA അറിയിച്ചു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, സിനിമാ മേഖലയിൽ ഒരു നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ AMMA പിളർപ്പിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു സംഘടന, ഒരു ട്രേഡ് യൂണിയൻ പോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കാനായി FEFCയെ സമീപിച്ചിരിക്കുന്നു. 20ഓളം താരങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മനു, ഇത് ഈ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും അതുമായി ബന്ധപ്പെട്ട ചില പരാതികളൊക്കെ വന്ന ശേഷം വലിയ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലും ഒക്കെ ആയിരുന്നു താരസംഘടന. അതിനുശേഷം നമുക്കറിയാം, ഓരോരുത്തരായി രാജിവെക്കുന്നു. ഒടുവിൽ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രാജിവെച്ചു പോകുന്നു അല്ലേ? അതെ, ഒന്നടങ്കം രാജിവെച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ മാത്രമല്ല, അന്ന് മോഹൻലാൽ അറിയിച്ചത് 2 മാസത്തിനകം ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭരണസമിതി അധികാരമേൽക്കും എന്നായിരുന്നു. രാജിവെച്ചു പോയതിൽ തന്നെ വിയോജിപ്പ് പലരും രേഖപ്പെടുത്തിയിരുന്നു അന്ന്. അതെ, അന്ന് മുതൽ തന്നെ അതിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. സംഘടനയ്ക്കകത്ത് വലിയ വിയോജിപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2 മാസത്തിനകം പുതിയതായി ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് പുതിയ ഭരണസമിതി അധികാരമേൽക്കുമെന്നൊക്കെയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. അന്ന് അവർ പറഞ്ഞത് ഈ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചൊരു പിളർപ്പിന്റെ സാഹചര്യം ഒഴിവാക്കാനായിരുന്നു എന്നാണ് നമ്മൾ അവിടെ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതും നടക്കാതെ ഈ സംഘടന പിളർപ്പിലേക്ക് എത്തുന്നു എന്നതാണോ ഏറ്റവും പുതിയ വിവരം? അതെ, കാരണം അന്ന് അതിനോട് വിയോജിപ്പുള്ള, അതായത് 2 മാസത്തിനകം പുതിയ ഭരണസമിതി ചുമതലയേൽക്കും എന്ന ആ നിലപാടിനോട് വിയോജിപ്പുള്ള ചിലർ, ഏതാണ്ട് 20ഓളം പേർ ഇത്തരത്തിൽ പുതിയതായി ഒരു സംഘടന രൂപീകരിച്ച് അത് FEFCയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യം അറിയിച്ചു എന്നുള്ളതാണ്. അതായത് FEFCയ്ക്ക് കീഴിൽ എന്ന് പറയുമ്പോൾ FEFCA ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ്. അതിന് കീഴിൽ 21ഓളം അംഗ യൂണിയനുകൾ ഇപ്പോൾ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ താരങ്ങളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 20ഓളം പേരാണ് ഇപ്പോൾ അങ്ങനെ ഒരു. അതിൽ പ്രധാനപ്പെട്ട താരങ്ങളുണ്ടോ ഈ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നവരിൽ? അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് മനു. ആരൊക്കെയാണ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പലരും ഉണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വേറെ സംഘടനയായി രൂപപ്പെടും. അത് FEFCയ്ക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ അതായിരിക്കും പ്രധാനമായ ഒരു സംഘടനയായി മാറുക. അത് ഒരു ട്രേഡ് യൂണിയനായി മാറും എന്നുള്ളതാണ്. പക്ഷെ അക്കാര്യം FEFCയ്ക്ക് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ്, അവരിൽ നിന്ന് അങ്ങനെ ഒരു താല്പര്യം അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ FEFCA ഇക്കാര്യത്തിൽ അവരെ മറുപടി അറിയിച്ചത് അത് പെട്ടെന്ന് അതിനൊരു അംഗീകാരം നൽകാൻ കഴിയില്ല, അത് ജനറൽ കൗൺസിൽ ചേർന്ന് ആലോചിച്ച ശേഷം മാത്രമായിരിക്കും. പക്ഷെ പൊതുവെ അവരുടെ ഈ ഒരു താല്പര്യത്തെ സ്വാഗതം ചെയ്യുകയാണ് FEFCA എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അന്തിമമായി അതൊരു തീരുമാനമെടുക്കണമെങ്കിൽ FEFCയുടെ ജനറൽ കൗൺസിൽ ഒരു പ്രശ്നം വരുന്നത്, ഇതിപ്പോൾ ഈ 20ഓളം താരങ്ങൾ മാത്രമാണ്, 20ഓളം ആളുകൾ മാത്രമാണ് ഇത്തരത്തിലൊരു നീക്കത്തിൽ പങ്കാളികളായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ബാക്കി ഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിനപ്പുറത്ത് നിൽക്കുകയാണ്, ഇവരോട് എതിർവശത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ന്യൂനപക്ഷ സംഘടനയായി മാറില്ല ഇപ്പോൾ FEFCയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ പോലും? മനു, പക്ഷെ അതൊരു ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയ്ക്കാണ് 20ഓളം പേർ. ഭാവിയിൽ കൂടുതൽ പേർ ഈ ഘട്ടത്തിൽ, അതെ അതാണ്, ഭാവിയിൽ കൂടുതൽ പേർ ഇവരിലേക്ക് ഒരുപക്ഷെ വന്നേക്കാം. അത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഏതാവും വലിയൊരു സംഘടനയായി മാറുക. ഇതിനോട് യോജിക്കുന്നോ അവർ എത്ര പേർ കൃത്യമായി ഉണ്ടെന്നും ഈ ഘട്ടത്തിൽ അറിയില്ല. നിലവിൽ 20ഓളം പേരാണ് ഇത്തരത്തിലൊരു താല്പര്യം അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് പിന്തുണയായി കൂടുതൽ പേർ വന്നേക്കാം. അമ്മ എന്ന് പറയുന്നത് വലിയ സംഘടന, 500-ലധികം പേർ ഉള്ള ഒരു സംഘടനയാണ്. അതിൽ എത്ര പേർ ഇതിനോട് യോജിക്കുന്നൊന്നും ഈ ഘട്ടത്തിൽ അറിയാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇങ്ങനെ ഒരു ആലോചന, ഇങ്ങനെ ഒരു ഭിന്നിപ്പ്, ഇങ്ങനെ ചിലർക്ക് ചില വിയോജിപ്പുകൾ നിലവിലെ നേതൃത്വത്തോട് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആശയം ചിലർ അവതരിപ്പിച്ചിരിക്കുകയാണ്.